ഹായ് ഗൈസ്, വെൽക്കം ടു വീലാൻഡ്. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 11ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് ബയോളജിയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മോസ്റ്റ് ഓഫ് ദ ഡെസേർട്ട് പ്ലാന്റ്സ് ബ്ലൂംസ് ഡ്യൂറിങ് നൈറ്റ് ടൈം ബിക്കോസ്. അതായത് മരുഭൂമിയിലുള്ള ഒട്ടുമിക്ക ചെടികളും രാത്രി കാലങ്ങളിലാണ് അത് പൂക്കുന്നത്. ചെടികൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് എല്ലാം രാത്രി കാലങ്ങളിലാണ് പൂക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ പൂക്കുവാനുള്ള കാരണമെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദെയർ ബ്ലൂമിങ് ഈസ് കൺട്രോൾഡ് ബൈ ലോ ടെമ്പറേച്ചർ. അതായത് നമ്മുടെ മരുഭൂമിയിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന താപമായിരിക്കും, രാത്രി കാലങ്ങളിൽ സ്വാഭാവികമായിട്ടും താഴ്ന്ന ടെമ്പറേച്ചറുകളിലേക്ക് പോരും. ഈ താഴ്ന്ന ടെമ്പറേച്ചറുകൾ പ്ലാന്റുകൾ പൂക്കുന്നതിനെ നിയന്ത്രിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ദേ ആർ സെൻസിറ്റീവ് ടു ഫേസസ് ഓഫ് മൂൺ. അതായത് നമുക്കറിയാം, നമ്മുടെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിന് കൂടെ ചന്ദ്രൻ്റെ വിവിധ ഫേസുകളിൽ കൂടെ അത് കടന്നു പോകുന്നുണ്ട്. അതായത് നമ്മുടെ അമാവാസി മുതൽ പൗർണമി വരെയുള്ള വിവിധ ഫേസുകളിൽ കൂടെ നമ്മുടെ മൂൺ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ചന്ദ്രൻ്റെ ഈ ഫേസുകളോട് നമ്മുടെ ചെടികളെല്ലാം സെൻസിറ്റീവ് ആണെന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിലൂടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ ദ ഡെസേർട്ട് ഇൻസെക്ട് ഈറ്റ് അവേ ഫ്ലവേഴ്സ് ഡ്യൂറിങ് ഡേ ടൈം. അതായത് മരുഭൂമിയിലുള്ള നമ്മുടെ കീടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവയുടെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് പകൽ സമയങ്ങളിലാണ്. അവ ഈ ചെടികളെയൊക്കെ പകൽ സമയങ്ങളിൽ ഭക്ഷിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് പകൽ സമയങ്ങളിൽ ഇവ പൂക്കാത്തത് എന്നാണ് മൂന്നാമത്തെ ഓപ്ഷനിലൂടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ നാലാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് ദ ഡെസേർട്ട് ഇൻസെക്ട് ആർ ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ് ടൈം. അതായത് മരുഭൂമിയിലുള്ള കീടങ്ങളൊക്കെ രാത്രി കാലങ്ങളിലാണ് അവയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ചെടികൾ രാത്രിയിൽ പൂക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് തന്നിട്ടുള്ള നാലാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്കറിയാം മരുഭൂമിയിൽ സ്വാഭാവികമായിട്ടും പകൽ സമയങ്ങളിൽ ഉയർന്ന ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ കീടങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറു പ്രാണികളൊക്കെ അവ രാത്രി കാലങ്ങളിലായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഒരു ചെടീനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് അതിൻ്റെ പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ പോളിനേഷൻ സംഭവിക്കണമെങ്കിൽ ചെറു പ്രാണികളുടെ സഹായത്തോടു കൂടി മാത്രമേ പോളിനേഷൻ നടക്കത്തുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അടുത്ത തലമുറ ആ ചെടികൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഈ ആനിമൽസും പ്ലാന്റും കൂടി ചേരുന്ന സമയത്ത് മാത്രമായിരിക്കും ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആകുക. അപ്പോൾ അതിനുവേണ്ടി ഈ ചെറു പ്രാണികളുടെയും കീടങ്ങളുടെയൊക്കെ പ്രവർത്തനം വലിയ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അങ്ങനെയുള്ള ഈ പ്രാണികളുടെയൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. കാരണം പകൽ സമയങ്ങളിൽ ഈ ഉയർന്ന താപനില കാരണം. അപ്പോൾ അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ഈ ചെറു പ്രാണികളുടെ ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ട് ഈ ചെടികളും പൂക്കുന്നത് രാത്രി കാലങ്ങളിലായിരിക്കും. എങ്കിൽ മാത്രമേ അതിൻ്റെ പോളിനേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ ഡെസേർട്ട് ഇൻസെക്ട് ആർ ആക്റ്റീവ് ഡ്യൂറിങ് ദ നൈറ്റ് ടൈം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോളിനേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പോളിനേഷൻ നമ്മുടെ പ്രാണികൾ വഴി മാത്രമല്ല പോളിനേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രോഫീലി ഉണ്ട്, നമ്മുടെ വെള്ളം വഴി നടക്കുന്ന പോളിനേഷൻ ഉണ്ട്. പോളൻ ഗ്രെയിൻസ് വെള്ളം വഴി ട്രാവൽ ചെയ്ത് അങ്ങനെ നടക്കുന്ന പോളിനേഷൻ ഉണ്ട്. അതുകൂടാതെ വിൻഡ് പോളിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അനിമോഫീലിയസ് ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. പക്ഷേ ഇതിനൊക്കെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പോളിനേഷൻ നടക്കുന്നത് ഈ രീതിയിലുള്ള കീടാണുക്കൾ അല്ലെങ്കിൽ പ്രാണികൾ വഴിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കണം. പ്രാണികൾ വഴി മാത്രമല്ല പോളിനേഷൻ നടക്കുന്നത്, വിൻഡ് പോളിനേഷനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അനിമോഫീലിയും ഉണ്ട്, ഹൈഡ്രോഫീലിയും ഉണ്ട്. അങ്ങനെ വിവിധ പോളിനേഷനും മറ്റ് പല മാർഗ്ഗങ്ങളും കൂടി ഉണ്ട് എന്നുള്ളതും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊഡ്യൂസ് സീഡ്ലെസ് ടൊമാറ്റോ ഫ്രൂട്ട്സ് ബൈ. അതായത് വിത്തില്ലാത്ത ടൊമാറ്റോ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്തെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അതിൽ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ലൈങ് ട്രേസ് എലമെൻറ്റ്സ് ഇൻ ടൊമാറ്റോ ഫ്രൂട്ട്സ്. അതായത് നമ്മുടെ ന്യൂട്രീഷണലി എസെൻഷ്യൽ ആയിട്ടുള്ള ട്രേസ് എലമെൻറ്റുകളായിട്ടുള്ള അയൺ, കോപ്പർ തുടങ്ങിയവയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഈ വിത്തില്ലാത്ത ടൊമാറ്റോ ഫ്രൂട്ടുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ സ്പ്രേയിങ് മിനറൽ സൊല്യൂഷൻ ഓൺ ദ പ്ലാന്റ്. നമ്മൾ ഈ പ്ലാന്റുകളിൽ മിനറൽ സൊല്യൂഷൻസ് തളിക്കുന്നത് വഴിയാണ് ഇത് സാധിക്കുന്നതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് സ്പ്രേയിങ് ഹോർമോൺസ് ഓൺ ഫ്ലവർ. നമ്മൾ ഈ ചെടിയിലേക്ക് ഹോർമോണുകൾ തളിച്ച് നൽകുന്നതോടു കൂടിയാണ് ഈ ഒരു കാര്യം സാധിക്കുന്നത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്.
നാലാമത്തെ ഓപ്ഷൻ അപ്ലൈയിങ് ഫെർട്ടിലൈസേഴ്സ് കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സുകളുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴിയാണ് ഈ ഒരു കാര്യം നമുക്ക് സാധിക്കുന്നത് എന്നാണ് നമ്മുടെ നാലാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ വിത്തില്ലാത്ത ഫ്രൂട്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. അങ്ങനെയുള്ള ഓക്സിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ വാട്ടർമെലൺ ആയിക്കോട്ടെ, കുക്കുംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൊമാറ്റോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അത് വിത്തില്ലാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇതിൻ്റെ ഉത്തരം എന്ത് വരും? സ്പ്രിംഗ് ഹോർമോൺസ് ഓൺ ദ ഫ്ലവർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അത് ഏത് ഹോർമോണാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ വിത്തില്ലാത്ത ടൊമാറ്റോ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വാട്ടർമെലൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുക്കുംബറൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഹോർമോൺ തളിച്ച് കൊടുക്കുന്നത് വഴിയാണ് നമ്മൾ വിത്തില്ലാത്ത ഇത്തരം ഫ്രൂട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്? നമുക്ക് കുറച്ച് മൈക്രോ ഓർഗാനിസംസ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രീസിൽ നമുക്ക് മോസ്റ്റ് വൈഡ്ലി ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് ബാക്ടീരിയ ആണ്. ഇപ്പോൾ ബാക്ടീരിയനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന രണ്ട് ബാക്ടീരിയകളിലാണ് നമ്മുടെ ലാക്ടോബാസിലസും അസറ്റോബാക്ടറും. നമുക്കിപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വിനേഗർ, അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ വഴി ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ സാധിച്ചെടുക്കുന്നത് വിവിധ ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ബാക്ടീരിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നതാണ് ഫംഗിയുടെ കാര്യം. ഇപ്പോൾ ഫംഗിയുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് പെൻസിലിൻ്റെ കാര്യമാണ്. പെൻസിലിൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗിയിൽ നിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫംഗി നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യാറുണ്ടോ? ഫംഗിയും നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ആൽഗയാണ്. ആൽഗേനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ആൽഗ ഏതാണ്? സ്പൈറുലിനയാണ്. ആ സ്പൈറുലിനിയെ കുറിച്ച് പറയുന്ന സമയത്ത് വിവിധ മെഡിക്കലായിട്ടുള്ള പർപ്പസസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആൽഗയാണ് സ്പൈറുലിനിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട്, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട്, അതുപോലെ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഈ സ്പൈറുലിനി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പോൾ ആസ്ട്രോണറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ആസ്ട്രോണറ്റ്സ് ഒക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ടും ഈ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയായിട്ടുള്ള സ്പൈറുലിനിയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളവയിൽ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷനിൽ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. ബാക്ടീരിയയും മൈക്രോ ആൽഗയും ഫംഗയും നമ്മൾ വിവിധ ഇൻഡസ്ട്രീസിലായിട്ട് നമ്മൾ മോസ്റ്റ് വൈഡ്ലി അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് ഡി ആണ്. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒന്നാണ്. ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് ഈസ് നോട്ട് കറക്റ്റ്? നമുക്ക് സ്റ്റാർച്ചിനെ കുറിച്ചും സെല്ലുലോസിനെ കുറിച്ചും നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് ഓഫ് ദം ആർ പ്ലാന്റ് ഒറിജിൻ. രണ്ടും പ്ലാന്റ് ഒറിജിൻ ആണോ? ആണ്. നമ്മുടെ സ്റ്റാർച്ചും സെല്ലുലോസും രണ്ടും പ്ലാന്റ് ഒറിജിൻ ആണ്. രണ്ടാമത് ബോത്ത് ഓഫ് ദം ആർ പോളിമേഴ്സ്. രണ്ടും പോളിമേഴ്സ് ആണോ? ആണ്. രണ്ടും ഗ്ലൂക്കോസിൻ്റെ വിവിധ തരത്തിലുള്ള പോളിമേഴ്സ് ആണ്. ഇപ്പോൾ ഒരെണ്ണം ആൽഫ ഡി ആണ്, അല്ലെങ്കിൽ ഒരെണ്ണം ബീറ്റ ഡി ആണ്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ഓപ്ഷനിലൂടെ പറഞ്ഞിട്ടുള്ളത് ബോത്ത് ഓഫ് ദം ഗീവ് കളർ വിത്ത് അയഡിൻ. ഞാനിത് വളരെ എളുപ്പമുള്ള ചോദ്യമാണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ്ലി അയഡിൻ ടെസ്റ്റിനെ കുറിച്ചാണ്. അയഡിൻ ടെസ്റ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അയഡിൻ ടെസ്റ്റ്. അല്ലാതെ സെല്ലുലോസിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതല്ല അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറയുന്നത്. നമ്മുടെ ഈ അയഡിൻ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർച്ചിനകത്ത് അമിലോസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ അയഡിൻ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്കൊരു ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് കളർ നമുക്ക് ലഭിക്കും. അത് ലഭിക്കുന്നതോടുകൂടി നമുക്കിത് സ്റ്റാർച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ സെല്ലുലോസിനകത്ത് ഈ പറയുന്ന അമിലോസിൻ്റെ പ്രസൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ നമുക്ക് ലഭിക്കുകയുമില്ല. അതാണ് നമ്മുടെ ബേസിക്കലി അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴുള്ള അങ്ങനെയുള്ള അയഡിൻ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർച്ചിന് മാത്രമാണ്, സെല്ലുലോസിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം ഈ പറയുന്ന കളർ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് രണ്ടും അയഡിൻ ടെസ്റ്റിനകത്ത് നമുക്ക് കളർ ലഭിക്കുകയില്ല, സ്റ്റാർച്ച് മാത്രമേ നമുക്ക്
കളർ തരത്തുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ഡി അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് മാറും. നമ്മുടെ ഉത്തരം എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യവും നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചിട്ടുള്ളതാണ്. എർഗോട്ടിസം ഈസ് ഡ്യൂ ടു ദ കൺസപ്ഷൻ ഓഫ്. നമുക്കിപ്പം എർഗോട്ടിസം ഉണ്ടാകുന്നത് നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എർഗോട്ടിസം എന്താണെന്നുള്ളത് അറിയണം. എർഗോട്ടിസം എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഭക്ഷ്യവിഷബാധ എന്ന് നമുക്ക് അതിനെ പറയാം. നമുക്കിപ്പം നമ്മുടെ വിവിധ തരത്തിലുള്ള ധാന്യങ്ങളുണ്ട്. അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ കേടാകുന്ന സമയത്ത് അതിനകത്ത് എർഗോട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഫംഗസ് ഉണ്ട്. ഈ എർഗോട്ട് എന്ന് പറയുന്ന ഫംഗസ് വിവിധ തരത്തിലുള്ള ആൽക്കലോയിഡുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൽക്കലോയിഡുകൾ വിവിധ തരത്തിലുള്ള ടോക്സിൻസ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുന്ന സമയത്തുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധയാണ് എർഗോട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ഇതിനകത്ത് ഉത്തരത്തിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞു, ധാന്യങ്ങളിലാണ് ഈ പറയുന്ന ഫംഗസുകൾ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ഗ്രെയിൻസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കാരണം ഇതെന്താണ്, നമ്മുടെ ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങളിലാണ് ഈ പറയുന്ന എർഗോട്ട് എന്ന് പറയുന്ന ഫംഗസ് കാണപ്പെടുന്നത്. ഇവ പുറപ്പെടുവിക്കുന്ന വിവിധ ആൽക്കലോയിഡുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുന്ന സമയത്താണ് എർഗോട്ടിസം നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ കൂടുതൽ ഇതിന് എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു 11ാമത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ പോരായ്മകൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എനിക്കത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുക. ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.